അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെരുന്നാളിന്റെ ദിവസം 300 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഒരാൾ ചൊല്ലി നമ്മുടെ മരിച്ചുപോയ ഉമ്മ ഉപ്പ മരണപ്പെട്ടുപോയ കുടുംബങ്ങൾ എല്ലാ ഖബറാളികളും മുഅ്മിനീങ്ങളായ എല്ലാ ഖബറാളികളും അവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്താൽ 1000 പ്രകാശം അവരുടെ ഖബറുകളിൽ അള്ളാഹു ഇട്ട് കൊടുക്കുമെന്നാണ്. മരിച്ച നമ്മുടെ ഉമ്മാന്റെ ഖബറിൽ സന്തോഷത്തിന്റെ പ്രകാശം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് ചൊല്ലിയ ആള് മരിച്ചുപോയാൽ അവന്റെ ഖബറിലും 1000 പ്രകാശം അള്ളാഹു നൽകും. അള്ളാഹു നമുക്ക് പെരുന്നാൾ ദിവസം 300 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വബിഹംദി എന്ന് ചൊല്ലി മരിച്ചവരുടെ പേരിൽ ഹദിയ ചെയ്താൽ 1000 പ്രകാശം ഖബറുകളിൽ ഇട്ടുകൊടുക്കും എന്ന് പറയുന്ന ഹദീസിന്റെ നിജസ്ഥിതി എന്ത്? വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ആഖിറ യൗമി മിൻ റമളാൻ വയൗമ അറഫ അൽഫ മറ ഖുൽ ഹുവല്ലാഹു അഹദ് വഅതിയ മാ സഅൽ വമൻ കാന യൗമൽ ഈദ് ഖബല ശുറൂഖി ശംസ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി 300 മറ ووهبهن لأموات المسلمين دخل في كل كبر 1000 نور. ആരെങ്കിലും റമളാനിന്റെ അവസാനത്തെ ദിവസം അല്ലെങ്കിൽ അറഫ ദിവസം 1000 പ്രാവശ്യം കുൽഹു അല്ലാഹു ഓതി കുൽഹു അല്ലാഹു പാരായണം ചെയ്താൽ അള്ളാഹു ചോദിക്കുന്നത് നൽകുന്നതാണ്. അപ്രകാരം തന്നെ ആരെങ്കിലും പെരുന്നാൾ ദിവസം സൂര്യ അസ്തമയത്തിന് മുമ്പ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് 300 പ്രാവശ്യം ചൊല്ലി അത് മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഖബറുകളിൽ 1000 പ്രകാശം അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ് എന്നെല്ലാം പറയുന്നതായ ഹദീസുകൾ ആളുകൾ പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അപ്രകാരം തന്നെ 2 പെരുന്നാൾ ദിവസങ്ങളിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 400 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുന്നോടിയായി അള്ളാഹു 400 ഹൂറിലീങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും അപ്രകാരം 400 പേരെ അടിമമോചനം നടത്തിയതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതും എന്നെല്ലാമുള്ള ഹദീസുകൾ ആളുകൾ പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കുല്ലു മാ ഫീ ഹാദിഹി റിസാല മക്ദൂബ് വഅഗ്ലബു അഹാദീസിഹാ ലാ അസ്ല ലഹ, ഇത്തരത്തിലുള്ള സന്ദേശം അത് മുഴുക്കയും കള്ളമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുന്ന ഹദീസുകൾ അത്രയും അടിസ്ഥാനമില്ലാത്തവയാണ്. ഫലാ യജൂസു നശ്റുഹ ഇല്ലാ ലിത്തഹ്ദീരി മിൻഹ, അതിനാൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കാവതല്ല. അത് നബിയുടെ പേരിൽ കള്ളം പറയുന്നതിന് തുല്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി ഇത്തരത്തിലൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. ചുരുക്കത്തിൽ പെരുന്നാൾ ദിവസം 300 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറഞ്ഞ് മരിച്ചവരുടെ പേരിൽ ഹദിയ ചെയ്താൽ അവരുടെ ഖബറുകളിൽ 1000 പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കും എന്ന് പറയുന്നതായ ഹദീസ് കള്ള ഹദീസാണ്.